വിശിഷ്ടാതിഥികളെ, താഴെ ഇരിക്കുന്ന ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവരുമേ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ കൂട്ടുകൾ. സംഗീത സാമ്രാട്ടായ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ 200ാമത് ജന്മദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന ശ്രീ ഉത്രന്തുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പുണ്യ സാന്നിധ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം അത് വളരെയധികം ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ദൂരയാത്ര ഒഴിവാക്കേണ്ട ഒരു അവസരം വന്നു ചേർന്നപ്പോൾ ഒരു പുണ്യനിയോഗം പോലെ ഏറ്റവും അനുയോജ്യയായ ആദരണീയായ തമ്പുരാട്ടിയെ ഒരു നിയോഗം പോലെ ഈ ചടങ്ങിന് നമുക്ക് കിട്ടുകയായിരുന്നു. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തിയ ഏറ്റവും പ്രിയങ്കരിയായ ആദരണീയായ തമ്പുരാട്ടിയുള്ള നന്ദിയും കടപ്പാടും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഞാൻ തിരുസമക്ഷം സമർപ്പിക്കുന്നു. ഇന്ത്യ എന്റെ പെറ്റമ്മയും ഈ നാട് എന്റെ വളർത്തമ്മയും എന്ന് വിശ്വസിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തു നിന്ന് പ്രവാസിയായി ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് കൂടുന്നതിനും നമ്മുടെ സൗഹൃദം പങ്കുവെക്കുന്നതിനും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒട്ടുമുറിച്ചു കളയാതെ ഇതുപോലൊരു കൂട്ടായ്മയ്ക്ക് സാഹചര്യം ഒരുക്കിത്തന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കടപ്പാടുകൾ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ആദ്യമായി സമർപ്പിക്കുന്നു. നമ്മുടെ നാടിന്റെ സുവർണ ചരിത്ര തുടുപ്പുകളെ നെഞ്ചിലേക്ക് കൊണ്ടുവരുന്ന ഒരു പറ്റം പ്രവാസികളായ ചെറുപ്പക്കാരുടെ വളരെ നിശബ്ദ സ്വഭാവമുള്ള ഒരു ഭൗതിക കൂട്ടായ്മയായിരുന്നു, ഒരു സൗഹൃദ സംവാദമായിരുന്നു 2008 ഇത് പിറവിയെടുക്കുമ്പോൾ തിരുവിതാംകൂർ മലയാളി കൗൺസിലിന്റെ. എന്നാൽ ഈ വിഷയത്തിൽ വളരെയധികം തൽപരനായിരുന്ന ആദരണീയനായ എസ്.കെ. മാണിയുടെ ഇടപെടലോടുകൂടി ഇതിനൊരു പ്രത്യേക ഭാവം വരികയും വീണ്ടും ഒരു ദൈവനിയോഗം പോലെ 2010 അദ്ദേഹത്തിന്റെ UAE സന്ദർശനത്തോടനുബന്ധിച്ച് മഹാരാജാവ് സ്വാതി തിരുനാളിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 2010 ഏപ്രിൽ 16-ാം തീയതി ഈ പ്രസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുശേഷം ആദരണീയനായ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, ആദരണീയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ്, ബഹുമാനായ ഡോക്ടർ R.P. രാജ, ഉമാ മഹശ്രീ അവരുകൾ, ഇവരുടെയൊക്കെ നിസ്സീമമായ സഹകരണവും നിർദ്ദേശവും കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ വിവിധതരം പരിപാടികൾ നടത്തുകയുണ്ടായി. ചരിത്ര സംവാദങ്ങൾ, ചരിത്ര പഠന ക്ലാസുകൾ, ചരിത്ര യാത്രകൾ, ഇതൊക്കെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിന്റെ ചരിത്ര തുടുപ്പുകളെ എടുത്തു കാണിക്കുന്ന വിലക്കപ്പെട്ട രേഖകൾ ശേഖരിക്കാനുള്ള വളരെ ശ്രമകരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. കൊട്ടാരത്തിലും പഴയ തറവാടുകളിലും ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്ക് ഉള്ളിലുമുള്ള അമൂല്യ തിരുശേഷിപ്പുകളെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ഒരു ചരിത്ര വിജ്ഞാനകോശം പ്രസിദ്ധപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ വരും തലമുറയ്ക്ക് തിരുവിതാംകൂറിന്റെ പൈതൃകത്തിന്റെ തിരികെത്തിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഒരു തിരുവിതാംകൂർ ചരിത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആത്യന്തമായ ലക്ഷ്യം. തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉറച്ചിരുന്നുകൊണ്ട്, ജനാധിപത്യ മൂല്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ജനാധിപത്യ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് പ്രത്യേകം സൂചിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം, ഇതിനോടനുബന്ധിച്ചിട്ട് വിവിധ സംഘടനകളോടും പലതരത്തിലുള്ള ആൾക്കാരുകളുമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ന്യൂനപക്ഷമായ ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ടായി, ഇത് തിരിച്ചും ഫൂഡലിസത്തിലേക്കോ തിരിച്ചുപോക്കാണോ, രാജഭരണത്തിലേക്കോ തിരിച്ചുപോക്കാണോ? തീർച്ചയായുമല്ല. ഇത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രം
നമ്മുടെ തിരുവിതാംകൂറിന്റെ ഉൾപ്പെട്ട ചരിത്രം ഇത് വരും തലമുറയ്ക്ക് നമുക്ക് കൊടുത്തു വെക്കണം. വളരെയധികം നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങൾ, നമ്മുടെ രേഖകൾ ഇതൊക്കെയും നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന തലമുറയ്ക്ക് ഇതിന് മനസ്സിലാക്കുവാനുള്ള ഒരു എളിയ ബൗദ്ധിക കൂട്ടായ്മയാണ്. രാഷ്ട്രീയമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഇതൊരു വെറും ശുദ്ധമായ ബൗദ്ധിക കൂട്ടായ്മയാണ്. സംഗീതത്തിന്റെ സുവർണ തമ്പുരാൻ സ്വാതിരുന്നാൾ മഹാരാജാവ് 1813 ഏപ്രിൽ മാസം 16-ാം തീയതി റീജന്റ് മഹാറാണി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കും ചങ്ങനാശ്ശേരി കൊട്ടാരത്തിലെ രാജരാജ കോയി തമ്പുരാൻ തിരുമനസിലെ പൂജാതനായി. കേവലം 16 വയസ്സുള്ളപ്പോൾ തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ അധികാരവും ചെങ്കോലും ഏറ്റെടുക്കേണ്ടി വന്ന രാജാവ് നീണ്ട 17 വർഷക്കാലത്തെ തന്റെ രാജഭരണത്തിൽ ഒട്ടനവധി പരിപാടികൾ നടപ്പിലുണ്ടാക്കി. രാജ്യത്തിന്റെ സമസ്ത വികസനത്തിനൊതുങ്ങുന്ന പലവിധ പരിപാടികൾ നടപ്പാക്കുന്നുണ്ടായ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു. ആദ്യമേ തമ്പുരാട്ടി അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് പ്രഭാഷണം ചെയ്യാൻ വന്നിരിക്കുന്ന അവസരത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിനെ മോശമാക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിനേക്കാൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഏറ്റവും യോജിയായിട്ടുള്ളത് തമ്പുരാട്ടിയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു തികഞ്ഞ ഭരണകർത്താവ് എന്നതിലുപരിയായി ഇന്നും 200 വർഷത്തിന് ശേഷം ജനമനസ്സുകളിൽ മഹാരാജാവിനെ കുറിച്ച് ഓർക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ സംഗീതത്തിന് അദ്ദേഹം നൽകിയ വളരെ മൂല്യപ്പെട്ട സംഭാവനയായിരുന്നു. പ്രത്യേകിച്ച് സംഗീതത്തിൽ, കർണാടിക് സംഗീതത്തിൽ 33 വയസ്സുകാലത്തെ അദ്ദേഹത്തിന്റെ ഇതിഹാസ ജീവിതത്തിൽ ഏതാണ്ട് 7 ഭാഷകളിലായി 400 പരം രചനകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതൊരു പക്ഷേ ആ കുടുംബത്തിലാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാമില്ല. തീർച്ചയായിട്ടും അതാണ് 200 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നമ്മൾ ഓരോരുത്തരും, കേരളക്കാരും മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള ആൾക്കാരുടെ മനസ്സിലും അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ കർണാടക ത്രിമൂർത്തികളായിരുന്ന ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, അവരോടൊപ്പം തന്നെ ശക്കല ഗോവിന്ദമാര, പരമേശ്വര ഭാഗവൻ എന്നുള്ള പ്രമുഖരും അദ്ദേഹത്തിന്റെ വിദ്വത് സദസ്സിനെ അലങ്കരിച്ചു. യുഗപ്രഭവനായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്ന മഹാനുഭാവന്റെ 200ാമത് ജന്മദിനം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു കുടുംബത്തോടൊപ്പം ഇന്ത്യക്ക് വെളിയിൽ ഇതുപോലൊരു പ്രൗഢ സദസ്സിൽ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. അതിന് കഴിഞ്ഞ ജഗദീശനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് എന്റെ വലിയ വാക്ക് മാറുന്നു. ജയ് ഹിന്ദ്. Requesting Her Highness Ashwini Tirunal Gauri Lakshmi Bai to officially inaugurate the bicentenary celebrations of Maharaja Swati Tirunal, organized by Travancore Malayali Council, by lighting the lamp. एवं त्वत्पदपद्मयोरनुदिनम् न्यस्तात्मनामात्मनोऽप्युत्कर्षम् अनुवाञ्छसि त्वमधिकम् यत् सिन्धुकन्यापदे तत्कारुण्यसुधाम्बुधौ त्वयि परे सत्वैकसान्द्रे स्थिराम्